ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മത്തങ്ങയും പയർ എലിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മത്തങ്ങയും പയർ എലിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഞാൻ തലേ ദിവസം കുതിർത്തെടുത്ത പയർ, മത്തങ്ങ, നാളികേരം, ജീരകം, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഒരു കഷ്ണം ശർക്കര, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇത്രയൊക്കെ ഐറ്റംസാണ് നമുക്ക് ആവശ്യം. ഞാൻ ഈ മത്തങ്ങ എലിശ്ശേരി കുറച്ച് ലൂസായിട്ടാണ് വയ്ക്കുന്നത്. ചോറിലേക്കുള്ള മെയിൻ ഡിഷായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ മത്തങ്ങ എലിശ്ശേരി വല്ല ഉണക്കമീൻ, പച്ചമീൻ വറുത്തത്, പപ്പട, അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായി. അതല്ല, ഇത് നമ്മൾ ചോറിലേക്ക് ഇടാൻ ഒരു സൈഡ് ഡിഷായിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിച്ചത്ര വെള്ളം ഒഴിക്കണ്ട. കാരണം ഒരു ഡ്രൈ ആയിട്ടുള്ള സംഭവമായിട്ടാണല്ലോ നമ്മുടെ മത്തങ്ങ എലിശ്ശേരി. അപ്പോൾ അത് ചോറിലേക്ക് മെയിനായിട്ട് വെച്ച കാരണമാണ് ഞാൻ ഇത്തിരി ലൂസായിട്ട് വെച്ച. അടിപൊളിയാണ് ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മെയിൻ ഡിഷായിട്ട് വെക്കുമ്പോൾ അത്യാവശ്യത്തിന് നല്ല മുളക് ഇടണം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര മുളക് പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് അടിക്കുന്നത്. അല്ലാതെ സെപ്പറേറ്റ് വേവിക്കും ആൾക്കാർ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ഡ്രൈ ആയിട്ട് വെക്കുമ്പോൾ ഇത്രയധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, കാരണം മത്തങ്ങയിൽ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവും. അങ്ങനെ. അപ്പം ഇനി നമുക്ക് പകുതി നാളികേരം അരച്ചെടുക്കാം. പകുതി നാളികേരം, കുറച്ച് ജീരകവും നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഒരുമിച്ച് അടിച്ചിട്ട് നന്നായിട്ട് വെന്തുണ്ട്. ഇതിലിപ്പോൾ ഉപ്പും മുളകൊക്കെ നോക്കുക. അപ്പോൾ ഉപ്പും മുളകൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇടണ്ട. അപ്പോൾ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇടുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നാളികേരം അരച്ചതിനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇതാക്കുമ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടും നമ്മുടെ നാളികേരം അരച്ച ഇതിൽ. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കരയും കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. മത്തങ്ങ എലിശ്ശേരിക്ക് ഒരു ചെറിയ മധുരം ഉണ്ടാവും. ചെറിയ മത്തങ്ങയ്ക്ക് തന്നെ നല്ലൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നാളികേരത്തിന് വറുത്തിടാം. ചില ആൾക്കാർ ഇത് നെയ്യിൽ വറുത്തിടും, പക്ഷേ ഞാനിവിടെ നല്ല പ്യുവർ വെളിച്ചെണ്ണയിലാണ് വറുത്തിടുന്നത്. പിന്നെ ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്, അതിലൊന്നും ചേഞ്ചില്ല. ഇനി നമുക്ക് ഈ വറുത്ത നാളികേരത്തിന് നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. വേറെ കറികളൊന്നും ഇല്ല. പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ മത്തങ്ങയും പയറൊക്കെ വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മുടെ മത്തങ്ങയും പയർ എലിശ്ശേരി. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.